അറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. കാളികാവ് ചെങ്കോട് പാലത്തിലെ ഗതാഗത കുരുക്ക്. യാത്രക്കാർ വലഞ്ഞു. പാലത്തിന്റെ ഇരുഭാഗവും റോഡ് തകർന്ന വലിയ കുഴികളായതാണ് ഗതാഗത കുരുക്കിന് കാരണം. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത്. പാലം വീതി കൂട്ടി പുതുക്കിപ്പണിയാൻ ടെൻഡർ പൂർത്തിയായെങ്കിലും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ബ്ലോക്കാണ്. ഇത് ഒരുപാട് കാലം ഇവിടുന്ന് അത് പറ്റുന്ന ഈ റോഡ് എത്ര കാലമായി പൊളിഞ്ഞെടുക്കാറ് ഒരാളും ഇവിടുന്ന് തിരിഞ്ഞു നോക്കണില്ല. ഒരുപാട് കാലമായി ഈ റോഡ് ഇവിടെ പൊട്ടി പൊളിഞ്ഞു കിടക്കണം. ഇതിനപ്പുറം കുറെ സമയം ബ്ലോക്ക് ആയിട്ടാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. മലയോര ഹൈവേയിലെ കാളികാവ് ചെങ്കോട് പാലവും കല്ലാമൂല പാലവും യാത്രക്കാർക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. 1936 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം കാലപ്പഴക്കം കാരണം ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുഭാഗവും റോഡ് തകർന്ന വലിയ കുഴികളായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. ബൈക്ക് യാത്രക്കാരാണ് പ്രധാനമായും അപകടത്തിൽപ്പെടുന്നത്. മഴ പെയ്താൽ കുഴികളുടെ അവസ്ഥയറിയാതെ വീണാണ് പ്രധാനമായും അപകടമുണ്ടാകുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെ ആരംഭിച്ച ഗതാഗത കുരുക്ക് രാത്രി 10 മണിക്ക് ശേഷമാണ് സാധാരണ നിലയിലായത്. ചെങ്കോടിലെ പാലാണ്. ഇവിടുത്തെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഈ പാലം കൂടുതൽ ബ്ലോക്ക് ആയിക്കാണ്. ഇവിടെ റോഡുകാർ മാന്തിട്ട് പോയിക്കാണ്. റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട്. കൂട്ടത്തിൽ തന്നെ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല. 10 വർഷത്തോളം ഈ അവസ്ഥയിലാണ് ഈ പാലം കിടക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിലായിരുന്നു പാണ്ടിക്കാട് കാക്കാത്തോട് പാലത്തിന്റെ എസ്റ്റിമേറ്റും പ്ലാനും വർക്കും ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത്. ആ പാലം പണി കഴിഞ്ഞ് പ്രഖ്യാപിച്ച് എത്ര വർഷങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പാലത്തിന്റെ എസ്റ്റിമേറ്റായി FSI ESI എന്നല്ലാതെ നമ്മുടെ വകുപ്പ് ഇപ്പോഴത്തെ മിനിസ്റ്റർ അടക്കം നമ്മുടെ വകുപ്പ് MLA ആണ് അൽകുമാർ അടക്കം പറയാനല്ലാതെ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സുഖമായിട്ട് വണ്ടികൾക്ക് ഇതിൽ പാസ് ചെയ്യാൻ പറ്റും. പാലത്തിന് ഏതായാലും വീതി കുറവാണ്. പാലം പണിയാന്നതിൻ്റെ പേരിൽ ഈ റോഡ് ഇങ്ങനെ മോശമാക്കിയിട്ടുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇരുചക്ര വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുഴിയുടെ ഒന്നും എത്രയെന്ന് അറിയാതെ ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവരൊക്കെ ഇതിൽ വന്നിട്ട് വീണ് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലൊക്കെ യാത്ര ചെയ്യണത്. ഇതിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെരുന്നാൾ പോലത്തെ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. പെട്രോൾ, ഡീസൽ, മരവുമായും ഉൾപ്പെടെ വരുന്ന ഭാരമുള്ള വാഹനങ്ങൾ ഏറെക്കാലമായി ഈ വഴിക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുമൂലം പെട്രോൾ പമ്പ് ഉടമകൾക്കും മറ്റും ഉണ്ടാകുന്നത്. റോഡിലെ തകർച്ച അറിയാതെ വരുന്ന വാഹനങ്ങൾ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. പാലത്തിലെ ഇരുപുറവും റോഡ് പൊളിച്ച് വേസ്റ്റുകളെങ്കിലും നിരത്തി ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കിലോമീറ്റർ കണക്കിനാണ് ബ്ലോക്ക് കിടക്കുന്നത്. 1-2 മണി 100,000 വണ്ടികളൊപ്പമായി. ഇവിടുന്ന് 1.5 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ബ്ലോക്കാണ്. അതേപോലെ ചെങ്കോട് വരെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് എന്ന് തീർന്നിട്ട് ഇപ്പൊ സമയം 8 മണിയാകാനായി. 7 മണി കഴിഞ്ഞു. 3 മണിക്ക് തുടങ്ങിയ ബ്ലോക്കാണ്. ഈ ജനങ്ങൾ ഇവിടെ മഴയും കൊണ്ടുവിടെ നിൽക്കുക. ഇത് നമ്മൾ അധികാരികൾ കണ്ണു തുറന്ന് കാണുക. അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.